ചിരിക്കരുത്, നീ ചിരിക്കരുത്. ഭക്ഷണപ്പൊതി കിട്ടുന്ന ആൾക്കാരൊക്കെ അത് കിട്ടുമ്പോ ഉണ്ടല്ലോ, അവരുടെ ആ മനസ്സ് നിറയുമ്പോ അതിൽ പരം വേറൊന്നുമില്ല അല്ലേ? ഹലോ, അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ ഞാൻ ശ്രാവന്തികയുണ്ട്. ഒരു മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും കാണണം അല്ലേ? അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാത്തപ്പോഴും അത് വേണ്ട, എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ ഇത്തവണയും നമ്മുടെ സ്നേഹപ്പൊതികൾ, വിശക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ സ്നേഹപ്പൊതികളുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസിൽ കാണാൻ പറ്റുള്ളൂ. അതെ, കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സപ്പോർട്ടും ഉണ്ടാവണം. കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളെ ഈ സ്നേഹപ്പൊതി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് നമ്മുടെ സ്നേഹപ്പൊതി വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക അല്ലേ, എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്നേഹപ്പൊതി എന്ന് എൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇത്തവണ ശ്രാവന്തികയാണെങ്കിൽ അല്ലേ, അവൾ ഒരു ദിവസം മുന്നേ വന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം അവൾ അറേഞ്ച് ചെയ്ത് ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലില്ലാത്തൊരു കാര്യവും കൂടെ അവൾ പുതിയൊരു അല്ലേ, പുതിയൊരു കാര്യം, കാരണം വെള്ളം കൊടുക്കുക എന്നുള്ളത്, അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുക എന്നുള്ളത് ചൂടും കൂടെ അല്ലേ. അതെ, അവൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയപ്പോൾ ശരിയാണ്. നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ആൾക്കാർ ഇപ്പം വെള്ളത്തിന് വേണ്ടി അവർ വേറൊരു അക്സസ് നോക്കണ്ടേ. ആ ഒരു വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ ഭയങ്കര ഒരു ഇതില്ലേ. സത്യം ചില സമയങ്ങളിൽ നമ്മൾ, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം കഴിഞ്ഞു പോകും കാറിലുള്ള. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കടകളെ കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിന് ഇങ്ങനെ ദാഹിച്ചിട്ടുണ്ട്. ദാഹിച്ചിട്ടുണ്ട്. അതെ 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 അതെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശക്കുന്ന വയറുകൾക്കുള്ള നമ്മുടെ സ്നേഹപ്പൊതി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി, നാളെ അല്ല ആക്ച്വലി ഇത് ലേറ്റ് രാത്രിയായി. കഴിഞ്ഞ തവണ പറഞ്ഞാണ് കുറച്ചുകൂടിയൊക്കെ നേരത്തെ അല്ലേ എല്ലാവർക്കും ഒന്ന് റെഡി ആക്കണം, നേരത്തെ എല്ലാം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും അറേഞ്ച് ചെയ്ത് വന്നത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചോറ് ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് വേറെ പാത്രങ്ങൾ ഇങ്ങനെ വാർത്ത് വയ്ക്കാൻ നമുക്ക് അത്രയും ക്വാണ്ടിറ്റിയിലുള്ള പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇത്തവണ അതിനുള്ളൊരു കൊട്ട വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ പോയി. അങ്ങനെ പിന്നെ അത് കളക്ട് ചെയ്തു, കിട്ടി, അങ്ങനെയൊക്കെ വന്നു. പിന്നെ പച്ചക്കറിയൊക്കെ എടുത്തു, പിന്നെ തേങ്ങ, പിന്നെ പിന്നെ വേറെ എന്താ പറയുക, ചേനയൊക്കെ ശ്രാവന്തിക വന്നപ്പോൾ കൊണ്ടുവന്നു. തേങ്ങ, പിന്നെ ചേന, പിന്നെ എന്തോ കൊണ്ടുവന്നായിരുന്നല്ലോ, വാഴക്കൂമ്പ് കൊണ്ടുവന്നു. ഞാൻ അപ്പോൾ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാഴക്കൂമ്പ് കൊടുത്തതാണല്ലോ. അപ്പോൾ ഇത്തവണ നമുക്ക് വാഴക്കൂമ്പ് മാറ്റിയിട്ട് നമുക്ക് വേറെ കൊടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇത്തവണ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സാമ്പാർ, അവിയൽ, തോരൻ, പിന്നെ അച്ചാറ്, അങ്ങനെ അതൊക്കെയാണ് നമ്മൾ പൊതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ മീൻ വയ്ക്കണം എന്ന് വെച്ചപ്പോഴത്തേക്ക് രണ്ട് ഓപ്ഷൻ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം നമ്മൾ പൊതു ഇടങ്ങളിൽ കൊടുക്കുമ്പം കൂടുതലും ചില ആൾക്കാരൊന്നും മീൻ കഴിക്കുന്ന ആളുകൾ അല്ല. ചിലപ്പോൾ അവർക്ക് ആ പൊതി കിട്ടുമ്പം വളരെയധികം വിഷമമാവും. അപ്പം വെജിറ്റേറിയൻ ആകുമ്പോൾ എല്ലാ ആളുകളും കഴിക്കും, എല്ലാവർക്കും മീൻ ഇല്ലെങ്കിലും നമ്മൾ വിശപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണല്ലോ. അപ്പം നമ്മൾ പോയി ബാക്കിയുള്ള കുറേ പച്ചക്കറിയൊക്കെ അറേഞ്ച് ചെയ്തു വന്നു. അവൾ ഇത്തവണ തേങ്ങ കൊണ്ടുവന്ന ഏറ്റവും, തേങ്ങയ്ക്കാണ് സ്വർണത്തിൻ്റെ വില. അവൾക്കവിടെ തേങ്ങ ഒരുപാടൊന്നും ഇല്ല, തേങ്ങയൊക്കെ വളരെ കുറച്ച് അല്ലേ. പക്ഷേ എന്നാലും അവൾ തേങ്ങ, പിന്നെ പഴം കൊണ്ടുവന്നു, ഞാലിപ്പൂവൻ പഴം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഞാലിപ്പൂവൻ പഴവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവൾ ഇത്തവണ വന്നു. പൊതിയുടെ കാര്യം വന്നപ്പോഴത്തേക്കും പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളിതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. എല്ലാ സാധനങ്ങളും നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ പച്ചക്കറി കളക്ട് ചെയ്തത് അല്ലേ. ഇന്ന് നമുക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ നിന്ന് പച്ചക്കറി കളക്ട് ചെയ്തപ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിൽ പല റേറ്റാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു കടയിൽ പോയിട്ട് പടവലങ്ങ അവർ കിലോ 90 പറഞ്ഞെങ്കിൽ അടുത്തൊരിടത്ത് പറയുന്ന കിലോ 60 പറയുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ ഓരോ സാധനങ്ങളും ഒരു കടയിൽ പറയുന്നതല്ല അപ്പുറത്തെ കടയിൽ. നമ്മൾ ഒരിടത്തു നിന്ന് വാങ്ങിയിട്ട് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ പോയി നോക്കിയായിരുന്നു. അപ്പോൾ അടുത്ത തവണ നമുക്ക് ആ അബദ്ധം പറ്റരുതല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ നല്ല പച്ചക്കറി കിട്ടണം, ഫ്രഷ് പച്ചക്കറി കിട്ടണം. ഇപ്പോൾ എന്ത് സാധനങ്ങൾ, ഇപ്പോൾ വെള്ളരിക്കയാണെങ്കിലും ഇതൊക്കെ നല്ല നല്ല കൊട്ടിക്കഴിഞ്ഞാലല്ലേ നല്ല കിടില വെള്ളരിക്കയാണ്, വഴുതനങ്ങ, പിന്നെ അതുപോലെ തന്നെ മുളക് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടാണ് സാമ്പാർ മുളക് അല്ലേ. ഈ സാമ്പാർ മുളക് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടാണ് സാമ്പാർ മുളക് കിട്ടിയത്. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മുളകില്ല, അപ്പോൾ നല്ല മുളക്. പിന്നെ മുരിങ്ങയ്ക്കയുടെ കാര്യം, മുരിങ്ങയ്ക്ക ഞങ്ങൾ നോക്കിയ മുരിങ്ങയ്ക്ക വില കുറവിൽ കുറച്ച് മുരിങ്ങയ്ക്ക കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ മുരിങ്ങയ്ക്ക ഇച്ചിരി വില കൂടുതലാണ്. 1 കിലോ ഇത് 240 രൂപ. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ വില. അപ്പോൾ നമ്മൾ മുരിങ്ങയ്ക്ക എനിക്ക് തോന്നുന്നു നമ്മൾ 2 സ്ഥലങ്ങളിൽ നിന്നാണ് മുരിങ്ങയ്ക്ക വാങ്ങിയത്. 2 സ്ഥലങ്ങളിൽ നമ്മൾ ഇത്രയും മുരിങ്ങയ്ക്ക വാങ്ങിയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അറിയാലോ ഇത്രയും പൊതികൾ കൊടുക്കുന്നത് കാരണം നമുക്ക് അത്രയും കറിയുടെ ക്വാണ്ടിറ്റി വേണം. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഇതൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ അരിഞ്ഞെടുക്കണമെങ്കിൽ അവൾ ക്യാബേജിൻ്റെ കാര്യം നോക്കാമെന്നാണ് പറയുന്നത്. ക്യാബേജ് തോരൻ്റെ വേണ്ടിയിട്ടുള്ളല്ലേ. അപ്പോൾ അത് കഴുകി മുറിച്ച് അതിൻ്റെ പുറത്തെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ എടുത്തിട്ട് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഒന്ന് ഫ്രഷ് ആക്കണം. പിന്നെ എനിക്കാണെങ്കിലും ഇനിയിപ്പോൾ അരിയാനിരിക്കണമെങ്കിൽ പാത്രങ്ങളിൽ വെള്ളമൊക്കെ എടുക്കണം. കാരണം അവിയലിനായാലും സാമ്പാറിനായാലും കറി കഷ്ണങ്ങൾ മുറിച്ച് വെള്ളത്തിലിടാൻ പറ്റുള്ളൂ. അപ്പം അതിനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. സമയം ഏകദേശം 1-1:30 ആവാനായിട്ട് പോകുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ട്. നമ്മളെ വീഡിയോ നമ്മുടെ സുരേഷ് പിടിക്കുന്നുണ്ട്. ശ്രാവന്തികയും ഞാനുമുണ്ട്. സുരേഷ് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. പറഞ്ഞു ഹെൽപ്പ് ചെയ്യാനും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു നേരത്തെ വരണമെന്ന് പറഞ്ഞു. വളരെ നേരത്തെ വന്നു. വൈകുന്നേരം വരാൻ പറഞ്ഞ് 10 മണിയായപ്പോൾ വന്നു. ചിരിക്കരുത് നീ, ചിരിക്കരുത്. ഭയങ്കര പൊട്ടിച്ചിരിക്കുന്നു. ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഒക്കെ കഴിഞ്ഞ് DJ പാർട്ടിയൊക്കെ കഴിഞ്ഞ് സുരേഷ് എത്തി. എനിവേ നമ്മൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളോട് തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ ഉറങ്ങാനും എനിക്കാനൊന്നും സമയം കാണത്തില്ല. നല്ലൊരു ചൂട് കട്ടൻ കാപ്പി ഇപ്പം ശ്രാവന്തി കൊണ്ടായിക്കൊണ്ട് വരും. അത് കുടിച്ച് നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങുകയാണ്. നമ്മളെ ഈ ഉറക്കമൊന്നും ഒന്നുമല്ല, ഈ ഭക്ഷണപ്പൊതി കിട്ടുന്ന ആൾക്കാരൊക്കെ അത് കിട്ടുമ്പോൾ ഉണ്ടല്ലോ അവരുടെ ആ മനസ്സ് നിറയുമ്പോൾ അതിൽ പരം വേറൊന്നും ഇല്ല അല്ലേ. എവിടെ അല്ലേ, നമ്മൾ കഴിഞ്ഞോണ്ട് കണ്ടല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു. നമ്മള് ഉണ്ടാക്കി ഇത്രയും സമയം ആൾക്കാർക്ക് കൊടുത്ത സമയം എടുത്തോ ആൾക്കാർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലേ. ഒറ്റ നിമിഷം കൊണ്ടല്ലേ ആൾക്കാർ കൊണ്ടുപോയത്. ഒക്കെ ഭയങ്കര പൊതി എന്ന് പറഞ്ഞതില്ല. അപ്പം ഇത്തവണ നമ്മൾ പൊതി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സുരേഷ് കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഭയങ്കര വിശന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സ്ഥലങ്ങൾ കൂടി നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് ഇത്തവണ. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇത്തവണ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രാവന്തിക എല്ലാ തവണത്തെ പോലെ ഇത്തവണ ചെങ്ങന്നൂർ സ്പെഷ്യൽ വാഴയില കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവള് ഇത്തവണ ഏറ്റവും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം, അവൾ വെള്ളം കൊടുക്കുന്നുണ്ട്. മിനറൽ വാട്ടർ അവളെ കണക്കാണ് എല്ലാവർക്കും. അവൾ പറഞ്ഞു ചേച്ചി നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് വെള്ളം കൊടുക്കണ്ടേ, ചിലപ്പോൾ അവർക്ക് നല്ല വെള്ളം കുടിക്കാൻ. അപ്പോൾ ഇത്തവണ കുടിവെള്ളം സ്പോൺസർ കിട്ടിയിട്ടുണ്ട് ശ്രാവന്തിക. ഞാൻ അങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് പരിപാടി അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാലും അവളുടെ ഒരു എന്താ പറയുക, അവളുടെ ഒരു കോൺട്രിബ്യൂഷൻ. അവൾ വെള്ളം എല്ലാവർക്കും, നമ്മൾ ഫുഡ് കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വെള്ളം. അപ്പോൾ വെള്ളം അവിടെ നമ്മൾ ഒരു കടയിൽ പറഞ്ഞിട്ട് നമ്മൾ 2-3 കേസ് വെള്ളം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികളിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വായോ, എല്ലാവർക്കും കൊണ്ട് ഒരു ഓളത്തിൽ അങ്ങ് പിടിച്ചാൽ നമുക്ക് നാളെ ഭക്ഷണപ്പൊതി അടിപൊളിയായിട്ട് കൊടുക്കും. അതെ. അപ്പോൾ
അപ്പം നമ്മുടെ കാപ്പി വന്നിട്ടുണ്ട്, ശ്രാവന്തിക സ്പെഷ്യൽ കാപ്പി. ഞങ്ങൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സാമ്പാറും ഉണ്ട് അവിയലും ഉണ്ടല്ലോ. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ എപ്പോഴും നീളത്തിലല്ലേ വേണ്ടത്. അപ്പോൾ നീളത്തിൽ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ അവിയലിന് ആവശ്യമുള്ള കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീളത്തിന് പച്ചക്കറി ആദ്യം മുറിച്ച് മാറ്റാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാമ്പാറിന് നമ്മൾ കഷ്ണമായിട്ടാണല്ലോ. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെയുള്ള കഷ്ണങ്ങൾ അവിയലിന് വേണ്ടിയിട്ടുള്ളത്, അവിയലിന് എപ്പോഴും നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പം ഈ ഒരു നീളത്തിലാണ് ഞാൻ നോർമലി എടുക്കാറുള്ളത്. നീളത്തിന് കട്ട് ചെയ്യാനുള്ള മാറ്റിയിട്ട് ബാക്കി അതിൻ്റെ സൈഡുള്ളതും ഒക്കെ നമ്മളൊരു ക്രോസ് ചെയ്ത് അവിയലിന് എപ്പോഴും നീളത്തിലെടുക്കുമ്പോഴാണ് നല്ല ഭംഗിയായിട്ടിരിക്കുക, എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ നീളത്തിലെടുക്കുമ്പോൾ. അപ്പോൾ സാമ്പാറിന് നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള അവിയലിനുള്ള കഷ്ണങ്ങളെടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ സാമ്പാറിന് എടുക്കുന്നത് കേട്ടോ. കത്തിക്ക് ഇവിടെ ക്ഷാമമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല വലിയ കടാര നോക്കിയെടുത്ത്, ശ്രാവന്തിക കടാര അല്ലാത്ത ഐറ്റംസ് ഒരു കത്തി എടുത്തുകൊണ്ട് ശ്രാവന്തിക തോരന് വേണ്ടിയിട്ടുള്ള വൃത്തിയാക്കാൻ വേണ്ടി ശ്രാവന്തിക പോയിരിക്കുന്നു. എനിവേ ഇന്നും ഉറക്കം സ്വാഗയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഈ സൈഡിലൊരു ഫോൺ വെച്ചേക്കുന്നുണ്ട്, ആരും വിചാരിക്കരുത് ഞാൻ ഈ സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യുകയാണെന്ന്. ഈ സൈഡിലൊരാൾ ഫോണിലുണ്ട് ലൈനിൽ. അവിടെ ഉറക്കമില്ലാത്തൊരാളുണ്ട്, ഇവിടെ ഉറക്കമില്ലാത്തൊരാളുണ്ട്. ഈ കത്തി സൂപ്പറാണ് കേട്ടോ. ഞാൻ ഒരു പ്രൊമോഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വക്കത്ത് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു കടയിൽ കയറിയിട്ട് അവിടെ ഒരു കടയിൽ കണ്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ ഭയങ്കര കത്തിയാണ്. ഒരു കട്ടിയിൽ എല്ലാം കട്ട് ചെയ്യാൻ പറ്റും. നല്ല കത്തിയാണ്. സാമ്പാറിന് കഷ്ണങ്ങൾ പൊതുവേ നിങ്ങളൊക്കെ എങ്ങനെയാണ് മുറിക്കാറുള്ളതെന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം തീരെ അങ്ങ് കുഞ്ഞിതായിട്ടല്ല, ഒരു മീഡിയം ഇതായിട്ടാണ് മുറിക്കാറുള്ളത് കഷ്ണങ്ങൾ. അപ്പോൾ ഞാൻ അവിയലിന് വെള്ളരിക്ക തോല് കളയും, പക്ഷെ സാമ്പാറിന് വെള്ളരിക്ക തോല് കളയില്ല. ശ്രാവന്തികയോ? കളയോ? സാമ്പാറിന് കളയോ? അവിടെയൊക്കെ കളയും. പക്ഷെ സാമ്പാറിന് ഞങ്ങൾ ഇവിടെ കളയില്ല, തിരുവനന്തപുരത്ത് കളയില്ലല്ലോ. ഇല്ല, കളയൂല. അവിയലിനെ തോല് കളയുള്ളൂ, നമ്മൾ സാമ്പാറിന് വെള്ളരിക്കയുടെ തോല് കളയില്ല. ട്രിവാൻഡ്രത്ത് കളയില്ല അല്ലേ? കളയില്ല. ട്രിവാൻഡ്രത്ത് സാമ്പാർ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും വെള്ളരിക്കയുടെ തോലുണ്ടാവും. അതെന്താണെന്ന് എനിക്കറിയില്ല. ട്രിവാൻഡ്രംകാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അല്ല ബാക്കിയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യണം, നിങ്ങൾ കളയാറുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ട് എനിക്കറിയില്ല. പൊതുവേ ഞാൻ സ്വതവേ കണ്ടിട്ടുള്ള വീട്ടിലായാലും ഒക്കെ ആയാലും സാമ്പാറിന് തോല് കളയില്ല വെള്ളരിക്കയിലെ. ബാക്കി പച്ചടി, അവിയൽ, കിച്ചടി അതിനെല്ലാം വെള്ളരിക്കയുടെ തോല് കളയും. അപ്പം അതെന്താണ് അങ്ങനെയെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ വെള്ളരിക്ക ഇട്ടെന്നറിയാൻ വേണ്ടിയിട്ടാണോ? ചിലപ്പോൾ ആവാം, മേ ബി. കാരണം വെള്ളരിക്ക വെന്തിങ്ങനെ ഇതായി പോവുമല്ലോ അല്ലേ? അപ്പോൾ ചിലപ്പോൾ വെള്ളരിക്ക ഇട്ടെന്നറിയാനായിരിക്കാം. നമ്മുടെ സാമ്പാറും അവിയലും തോരനും ഒരു ഭയങ്കര കോമ്പിനേഷനാണല്ലേ? അതെ ശ്രാവന്തിക. അതെ, തീർച്ചയായിട്ടും. ഭയങ്കര അവരൊരു കൂടപ്പുറപ്പ് പോലെ. ശ്രാവന്തിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അരിയുന്ന പച്ചക്കറികൾ ഇങ്ങോട്ട് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വേറെ വെള്ളത്തിലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ തട്ടോന്നി. ആ പാത്രത്തിലോട്ട് ആ ചെറുത് തട്ടണം, എന്നിട്ട് ആ പാത്രം ഇങ്ങനെ ഇടണം. അത് നീക്കണം. അങ്ങ് തട്ടിക്കാം. ഓക്കെ, സെറ്റ്. കാരണം അപ്പം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഥ പറഞ്ഞിട്ടില്ല. എന്താ നീ
ഭഗവാനേ, പകലെന്നും പറഞ്ഞാണ് വിചാരം. അപ്പോൾ നമ്മൾ വെള്ളരിക്കയിലെ സെക്ഷൻസ് ഏകദേശം കഴിഞ്ഞു. ശ്രാവന്തിക ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പടവലങ്ങ ഞാൻ വിചാരിക്കുന്നു ഒന്ന് ഇങ്ങനെ ആക്കാറുണ്ടോ നിങ്ങളവിടെ പടവലങ്ങ? ചെയ്യാറുണ്ടോ? പിന്നെ അതെല്ലാടും ഒരുപോലെയാണല്ലേ? അതെ. ചുരണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് അവിയലിന് കുറച്ച് ഭാഗം ഞാൻ ഓൾറെഡി 2 കഷ്ണം പടവലങ്ങ എടുത്ത് വച്ചിട്ടുണ്ട് വിചാരിക്കുന്നു. ആവശ്യമുള്ള കുറച്ച് സാമ്പാറിന് കത്തി, എനിക്ക് ആ ചെറിയ കത്തി എടുത്തത് നല്ലതായിരുന്നു കേട്ടോ. പൈക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെത്താനും ഇതിനൊക്കെ ഒരു സഹായകമാകുമായിരുന്നു. താങ്ക് യു. എൻ്റെ വലിയ കത്തിയെ ഇച്ചിരി പാടാ, ചെറുതാകുമ്പോൾ ഇങ്ങനെ വൃത്തിയായിട്ട് ഇതിൻ്റെ എല്ലായിടത്തോട്ടും. ഇതെന്ത് സാധനം എന്നാ പറയുന്നത് ഇതിന്? ഈ ഇങ്ങനെ ചുരണ്ടത് ഈ അതല്ല, ഈ ഇതിൻ്റെ പുറത്തുള്ളത്, ഈ പടവലങ്ങയിലെ പുറത്തുള്ള എന്താ ഇത് സാധനം? അതിൻ്റെ സ്കിന്നല്ലല്ലോ? ആണോ? ചുണ്ണാമ്പ് ഒരു സാധനം. അതന്നെ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഈ പണ്ട് നമ്മളെ വീട്ടിൽ ഈ പടവലങ്ങ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ഈ ഇതിൽ ചെന്ന് പിടിക്കുമ്പോൾ, ഫ്രഷ് പടവലങ്ങ പിടിക്കുമ്പോൾ ഒരു കുമ്മായം പോലെ സാധനം ചുണ്ണാമ്പ് നമ്മളെ കയ്യിൽ ഇങ്ങനെ ആവും. അതെനിക്ക് അറിയാം. ഇവയെ അപ്പോൾ നമുക്ക് എല്ലാ കഷ്ണങ്ങളും നമ്മൾ അതുപോലെ തന്നെ കേട്ടാ. ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിയലിനുള്ള പീസ്, നീളത്തിലുള്ള പീസെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് സാമ്പാറിന് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിയലിന് കറക്റ്റ് നീളത്തിലുള്ള പീസ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് നീളത്തിന് അവിയലിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് അങ്ങനെയാണ്. പിന്നെ അകമൊക്കെ വൃത്തിയാക്കാനാണെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഈ സാധനങ്ങൾ നമുക്ക് കളഞ്ഞു കിട്ടും നല്ല അടിപൊളിയായിട്ട്. ശ്രാവന്തിക എക്സ്പേർട്ട്. തോരൻ ഇപ്പം തന്നെ ക്യാബേജ് 3 കുത്തി കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല കാര്യമാണ്. പിന്നെ നമ്മുടെ ഇത്തവണത്തെ അച്ചാറ് ഇതാണ്, സ്പെഷ്യൽ അച്ചാറാണ്. അത് സസ്പെൻസാണ്. വീഡിയോ മൊത്തം കാണുന്നതിന് മുമ്പ്, അച്ചാർ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് കാണുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യും എന്താ അച്ചാറായിരിക്കും അല്ലേ? അതെ. ഇതെല്ലാം കഴുകി, പക്ഷെ കഴിഞ്ഞോണ്ടെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അതില്ല കുക്ക് ചെയ്യാനുള്ള. കാരണം നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈവ് കുക്കിങ്ങിലോട്ട് പോവുകയാണ്. അത് കാരണം നമുക്കതിനുള്ള സമയം മിക്കവാറും കിട്ടില്ല. അപ്പം ആദ്യം നമ്മൾ വിചാരിക്കുന്നത് സാമ്പാർ പ്രിപ്പയർ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് അല്ലേ? കാരണം സാമ്പാർ ഇരുന്നൊന്ന് സെറ്റ് ആവണം, എങ്കിലാണ് ആ ഒരു സാമ്പാറിൻ്റെ ഒരു രുചി വരിക. നമ്മൾ സാമ്പാറിൽ നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പണ്ട് ഈ വലിയ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഗണപതിക്കൊക്കെ വെച്ച് അല്ലേ, വിളക്കൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? പടുക്കയൊക്കെ ഇടും, ഒരു ചെറിയ ഗണപതി ഒരുക്കൊക്കെ വെച്ച്. അതെ, ഗണപതി ഒരുക്കൊക്കെ വെച്ച് പടുക്കയൊക്കെ ഇട്ട് എന്നിട്ടാണ് അരിയാൻ പോലും ഇരിക്കുള്ളൂ അല്ലേ? പക്ഷെ നമ്മളങ്ങനെയല്ല, വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ആരും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് ആൾക്കാർ എനിക്ക് തോന്നുന്നു നോക്കാറും പറയാറൊക്കെ ഉള്ളത് ഈ അടുപ്പ് വൃത്തിയാക്കിയിട്ട് കുക്ക് ചെയ്ത് തുടങ്ങണമെന്ന് അല്ലേ? അടുപ്പ് വൃത്തിയാക്കിയിട്ട്, അടുപ്പിൻ്റെ പുറവും അടുപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് കുക്ക് ചെയ്ത് തുടങ്ങണം. അന്നത്തെ ഡേ അങ്ങനെ വേണം തുടങ്ങാനെന്ന് ഞാൻ പണ്ടും അങ്ങനല്ലേ? അടുപ്പൊക്കെ ഉള്ള സമയത്ത് ഇത് രാവിലെ എഴുന്നേറ്റ് ചാരമൊക്കെ നീക്കി അടുപ്പൊക്കെ നല്ല വൃത്തിയാക്കി തുടച്ച് അടിപൊളിയാക്കി എന്നിട്ട് പിന്നെ നമ്മുടെ അച്ചാറിൻ്റെ മണം പുരട്ടി വെച്ചേക്കുന്നതിൻ്റെ. നമ്മുടെ അച്ചാറിന്
ശ്രാവന്തിക ഇങ്ങനെ കായമൊക്കെ തിരുമ്മി ഇങ്ങനെ വച്ചായിരുന്നു വൈകുന്നേരത്ത്. അപ്പോൾ അതിൻ്റെ ഒരു മണം ഇവിടെ ആകെ ഇങ്ങനെ പരക്കുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പം എനിക്കിനി 2-3 കത്തികളാണ് അത്യാവശ്യമായിട്ട്. അപ്പം ഇങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു ഇപ്പം ഞാൻ ചിന്തിക്കുന്നു. ആണോ? കാരണം ചേച്ചി വന്നിട്ട് കത്തികളുടെ ആവശ്യമൊന്നും ഇവിടെ സാധാരണ വരാറില്ല, പക്ഷെ ഇപ്പോഴും കത്തികളുടെ ആവശ്യം ഉണ്ട്. ഓൾറെഡി അത്യാവശ്യത്തിന് 2-3 കത്തികളൊക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഞാനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ തോന്നുന്നു കുറച്ച് കത്തികൾ, ഒരു 5-6 കത്തി ഉണ്ടെങ്കിൽ ഈ കത്തികൾക്കിടയിൽ ആ കത്തിയും ഉപയോഗപ്പെട്ടേനു. എനിവേ ഓക്കെ. അപ്പം ആ സെക്ഷൻ ഇത് കഴിഞ്ഞ് നമ്മളെ പച്ചക്കറി കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ശ്രാവന്തിക തോരനും അച്ചാറിനുള്ള നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാമ്പാറിനും അവിയലിനും തോരനും ഒക്കെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു. അവിയലിനാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ മുരിങ്ങയ്ക്കൊക്കെ ഒരുമിച്ചിട്ട് വെച്ചപ്പോഴത്തേക്ക് കുറച്ച് ആളുകൾ സജഷൻ പറഞ്ഞു മുരിങ്ങയ്ക്ക സെപ്പറേറ്റ് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും, പകുതി കുക്കായി കഴിയുമ്പോൾ മുരിങ്ങയ്ക്ക് ആഡ് ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് ഇത്തവണ അത് മാറ്റിയിട്ടുണ്ട്. ഞാൻ നോർമലി ഒരുമിച്ചാണ് അതെല്ലാം കൂടി വെക്കാറുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ പൊതുവേ വെണ്ടയ്ക്കയും നമ്മുടെ പച്ചമുളകും തക്കാളിയും ഞാൻ ചേർക്കാറില്ല, മീൻസ് ഒരുമിച്ച് വെക്കാറില്ല. അതുപോലെ തന്നെ ഞാൻ ചെറിയുള്ളിയും അമരയ്ക്കയും പരിപ്പും സെപ്പറേറ്റ് ആണ് വെക്കുന്നത്. അപ്പോൾ ഈ മൂന്നും സെപ്പറേറ്റ് ആണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ വെണ്ടയ്ക്കയും ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ അവളും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്തു. അവൾ തോരന് 3 വലിയ ക്യാബേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവളും കൂടെ ഒന്ന് ജോയിൻ ചെയ്താണ് ബാക്കി പച്ചക്കറി കൂടി ഫിനിഷ് ചെയ്ത്. സുരേഷ് ചെറിയ ഉള്ളി നല്ല അടിപൊളിയായിട്ട് പൊളിച്ചു തന്നു. ഞങ്ങൾ ലാസ്റ്റ് ജോയിൻ ചെയ്തു. വെളുത്തുള്ളി എല്ലാം കൂടെ ഞങ്ങളും കൂടെ ഇരുന്ന് പൊളിച്ചു. വെളുത്തുള്ളി എടുത്ത് വെക്കാൻ മറന്നുപോയി. ഉണ്ട് കുറേ വെളുത്തുള്ളി അച്ചാറിന് വേണം. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ചേരുവകൾക്കൊക്കെ വേണം അച്ചാറിന്. അതുപോലെ എല്ലാ സാധനങ്ങളും അതെല്ലാം ചെയ്ത് സെറ്റായി. സമയം 3 മണി കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുളിക്കണം, ഒന്ന് ഫ്രഷൊക്കെ ആയി വന്നിട്ട് നമ്മൾ ഐശ്വര്യമായിട്ട് ഇന്നത്തെ സ്നേഹപ്പൊതികൾ നമ്മുടെ സ്നേഹപ്പൊതികൾക്കുള്ള കുക്കിങ്ങുള്ള തയ്യാറെടുപ്പുകളാണ്. ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്. ഇത് മാസത്തിൽ ഒരു ദിവസം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്കൊരു കാപ്പിയൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ദെൻ നമ്മൾ വിചാരിച്ചു ആദ്യം അച്ചാർ പ്രിപ്പയർ ചെയ്താന്ന് വിചാരിക്കുന്നത് അല്ലേ, അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത്. അപ്പം അച്ചാറൊക്കെ ഒന്നിരുന്ന് സെറ്റാവും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങാമെന്ന്. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അരി ഇട്ട് കഴിഞ്ഞാൽ 1-1.5-2 മണിക്കൂർ കൊണ്ട് നമുക്ക് ചോറൊക്കെ റെഡി ആയി കിട്ടും. ദെൻ പിന്നെ ചോറ് വയ്ക്കുന്ന പാത്രത്തിലാണ് അവിയൽ വയ്ക്കാം. കാരണം അവിയൽ ക്വാണ്ടിറ്റിയിലുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു പാത്രം ഉൾക്കൊള്ളിക്കാൻ ഇല്ല. അപ്പോൾ പാത്രം ഇനി വാങ്ങിയാലേ അവിയൽ വെക്കാനായിട്ട് സെപ്പറേറ്റ് വാങ്ങണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. കാരണം ചോറ് ഇറക്കിയിട്ട് അത് വെച്ചാൽ മതി. ഇനി ഇത് വാഷ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. കട്ട് ചെയ്ത് ജസ്റ്റ് വെള്ളത്തിലോട്ട് നമ്മൾ ഇട്ടിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള ഈ കഴുകണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിയലിന് സാമ്പാറിനുള്ളത് നമുക്ക് റിപ്പീറ്റ് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്, ക്ലീൻ ചെയ്യാനുണ്ട്. എന്നിട്ട് നമ്മൾ കാര്യങ്ങൾ തുടങ്ങത്തുള്ളൂ. എനിവേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ പറ്റുന്നവർ അവരെ കൊണ്ട് കഴിയുന്നത് ചെയ്യാനും ശ്രമിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുന്നവർ ഇങ്ങനെ അടുത്തൊക്കെ ആളുകൾ ഇങ്ങനെ കവലകളിലും ഒക്കെ ഇങ്ങനെ വിശന്നൊക്കെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? അപ്പം നമ്മളെ വീട്ടിൽ വെക്കുന്നതിൻ്റെ കൂടെ ഒരു 2 പൊതിയോ 3 പൊതിയോ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പോൾ അവരുടെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ആ സന്തോഷം നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ വീട്ടിൽ കഴിക്കുമ്പോൾ അത് എന്നൊന്നും വേണമെന്നൊന്നും പറയില്ല അല്ലേ, പറ്റുന്ന പോലെ മാസത്തിൽ ഒരു തവണ എങ്ങാനും ഒക്കെ 1-2 തവണ നമുക്ക് പറ്റുന്ന പോലെ ഫുഡ് ഉണ്ടാക്കുന്നതിൽ നമ്മളിപ്പോൾ 1 കിലോ അരിയുടെ ചോറ് ഒരു ദിവസം വെക്കണം, അല്ലെങ്കിൽ 1/2 കിലോ അരിയുടെ ചോറ് ഒരു ദിവസം വെക്കുകയാണെങ്കിൽ അതൊരു 1 കിലോ അരി ചെയ്ത് ചോറാക്കി കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് കൂടെ കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം, ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിച്ചറിയുമ്പോൾ കിട്ടുന്നൊരു കിക്കുണ്ട്. അത് വേറെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കിട്ടത്തില്ല. അപ്പോൾ എനിവേ നമ്മളിന്ന് നമ്മുടെ സ്നേഹപ്പൊതിയുടെ തയ്യാറെടുപ്പുകൾ ഇതുവരെ ആയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകെ കാണാം അല്ലേ. ഞങ്ങളിന്ന് പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ. എന്നിട്ടൊരു കാപ്പിയല്ല, ഇനി ചായ വേണം. ചായ വേണം. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് നല്ല ഉഷാറായിട്ട് ഇന്നത്തെ പരിപാടി തുടങ്ങാം കേട്ടോ. ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നേ. ഞാൻ വരുമ്പോഴത്തേക്കും എനിക്ക് ചായ ഇട്ട് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ എനിക്ക് മുന്നേ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നതായിരുന്നു, ശ്രാവന്തിക. പക്ഷെ നല്ല ഉറക്കം. ഞാൻ വന്നപ്പോഴത്തേക്ക്
ശ്രാവന്തിക നല്ല ഉറക്കം, അതുപോലെ തന്നെ സുരേഷും ഒരു ഭാഗത്ത് ഉറക്കമായി. രണ്ടാളും. ശ്രാവന്തികയാണെങ്കിൽ അവിടെ ഹോളിലിട്ടേക്കുന്ന കാർപ്പറ്റിൻ്റെ പുറത്ത് കയറി കിടന്ന് ഉറങ്ങുന്നു. ഞാൻ വന്നപ്പോൾ ഞാൻ കരുതി ചായ ഇട്ട് വയ്ക്കിട്ടുണ്ടാവുന്നു, പക്ഷേ നല്ല ഉറക്കം. അപ്പം എനിക്ക് ശല്യപ്പെടുത്താനും തോന്നുന്നില്ല. ഞാൻ കരുതി പോയിട്ട് ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് പോയി വിളിക്കാമെന്ന്. അവിടെ ഞാൻ ചായ ഇട്ട് വയ്ക്കാൻ ചേച്ചി കുളിച്ചിട്ട് വാന്ന് പറഞ്ഞതാണ്. ഞാൻ പോയിട്ട് തന്നെ സമയം 40 മിനിറ്റോളായി. കാരണം ഞാൻ 40 മിനിറ്റോളം എടുത്ത് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ചായ ഇട്ടിട്ട് പോയി വിളിക്കാം. ഞാൻ ചായ ഉണ്ടാക്കിയേ, അവളോട് ചോദിക്കാം, എടി നീ ചായ ഇട്ടാവോ, ഞാൻ കുളിച്ചിട്ട് അതൊന്നും അറിയാം. ശ്രാവന്തിക ചായ ഇട്ടാ? എത്ര സമയമായി ഉറങ്ങിയിട്ട്? ഞാൻ കുളിച്ചിട്ട് വരുമ്പോൾ ചായ ഇട്ട് വയ്ക്കാന്ന് പറഞ്ഞതാണ്. എവിടെ ചായ? എവിടെ? ഇതാ ചായ. അയ്യോ, നമ്മൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാമ്പാറിനെ മൂന്ന് തരത്തിലാണ് വേവിക്കുന്നത്. അപ്പം കുക്കറിലാണ് ഞാൻ ചെറിയ ഉള്ളി, അപ്പം നമുക്ക് ക്വാണ്ടിറ്റിയിൽ സാമ്പാറുള്ള കാരണം അത്യാവശ്യം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3/4 കിലോയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വേവുള്ള സാധനമാണ് ചീനി അമരയ്ക്ക. നിങ്ങളവിടെ ഇതിൻ്റെ പേരെന്താ പറയണതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിവിടെ പറയുന്നത് ട്രിവാൻഡ്രത്ത് പറയുന്നത് ചീനി അമരയ്ക്ക എന്നാണ്. അതെനിക്കറിയാം, ചീനി അമരയ്ക്ക എന്നാണ് പറയുന്നത്. പിന്നെ പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് ഞാൻ സാധാരണ ഒരു മഞ്ഞ കളർ ഡാൽ പരിപ്പാണ് എടുക്കാറുള്ളത്. ഈ പരിപ്പ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ശ്രാവന്തിക പറഞ്ഞ് ചേച്ചി ഈ പരിപ്പ് ഒന്ന് എടുത്ത് നോക്കും, സൂപ്പറാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത്തവണ ഈ പരിപ്പിൽ സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ശ്രാവന്തിക പറഞ്ഞൊന്നും അങ്ങനെ മോശമാവാറില്ല. അപ്പം ശ്രാവന്തിക പറഞ്ഞു ചേച്ചി ഈ പരിപ്പ് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം പരിപ്പ് വെച്ചേക്കുന്ന കാരണം ഒരുപാട് ഇങ്ങനെ പൊങ്ങി വരും. വെള്ളം ഇങ്ങനെ വിസിൽ വരുന്ന സമയത്ത് പുറത്തേക്ക് കളയും. അപ്പോൾ നമുക്കൊരു സ്പൂണും കൂടെ അകത്തിട്ട് വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ പൊങ്ങി കളയില്ല എന്ന് ഞാൻ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ടോ ശ്രാവന്തിക? ആ, നമുക്കൊരു സ്പൂണും ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വയ്ക്കാം. അപ്പം ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്, കുറച്ചുകൂടെ വെള്ളം വേണം, എത്രയും മതിയെന്ന് തോന്നുന്നു. എൻ്റെ ഒരു മെഷർ അളവാണേ, അല്ലാതെ അളവൊന്നുമില്ല. ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ടേ. അപ്പം നമ്മളിതൊന്ന് ഒരു 2 വിസിലടിച്ച് എടുക്കാം. ഓക്കേ, നമ്മൾ അച്ചാറിനുള്ള ഇതാണ് കേട്ടോ. നല്ലെണ്ണയും വെളിച്ചെണ്ണയും നമ്മൾ സമാസമം ചേർത്തിട്ടുണ്ട്. അതിലോട്ട് കടുക് നല്ലെണ്ണയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ടേ. ഉലുവ ഇട്ട് കൊടുത്ത്, കടുക് ഉലുവയും കൊണ്ടാണ് നമ്മൾ പൊട്ടിക്കുന്നത് കേട്ടോ. കടുക് ഉലുവയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് നല്ല വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ. വറ്റൽമുളക് നല്ല തണ്ടോടുകൂടി ഇട്ട് കൊടുത്തു. ശ്രാവന്തികയുടെ സ്പെഷ്യൽ അച്ചാറാണ് എന്നുണ്ടാക്കുന്നത്. അച്ചാർ എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. മുളക് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് അതിലോട്ട്. വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ കുക്കറിൽ 2 വിസിലാണ് കേട്ടോ. 2 വിസിൽ മതി. ബാക്കി നമ്മൾ ഇത് വെക്കുന്നതിലോട്ടാണ് വെക്കുന്നത്. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ.
ശ്രാവന്തികയുടെ എന്തൊക്കെയോ സ്പെഷ്യൽ കൂട്ടുകളൊക്കെ ചേർത്തിട്ടുള്ള അച്ചാറാണ്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇതൊക്കെ നിങ്ങളുടെ ഒരു കൈയുടെ മെഷർമെൻ്റ് എടുത്താൽ മതി. അതെ, നമ്മളെല്ലാം ഒരു കൈയുടെ മെഷർമെൻറ്റിലാണ് നമ്മൾ എടുക്കുന്നത്. ഒരു വീട്ടിൽ പാചകം ചെയ്യുന്നതൊക്കെ അറിയാമല്ലോ, ഒരു കൈയളവാണ്. ഇനി ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഉലുവ നേരത്തെ വറുത്തപ്പം ഒരു മുഴുവൻ ഉലുവ ചേർത്ത് കൊടുത്തു, പക്ഷേ ഒരു കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇടുമ്പോഴാണ് അച്ചാറിന് മണം. ഉലുവ, കായം, ഇതൊക്കെയാണ് അച്ചാറിൻ്റെ മണം തരുന്ന സാധനങ്ങൾ. ഇനി കായം നമ്മൾ നേരത്തെ നമ്മളെ അച്ചാർ എന്തുകൊണ്ടാണ് വേണ്ടത് അതിലും കായം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. കായം ഇട്ട് ഇതെല്ലാം കൂടി ഒരു മണം വരും കേട്ടോ. ഇത് ഭയങ്കര ഒരു പ്രത്യേക മണമാണേ. നല്ലൊരു കിടിലൻ മണമാണ് വരണത്, ഒരു സൂപ്പർ മണം. പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് ലൂസായിട്ടുള്ള അച്ചാറെല്ലാം ഉണ്ടാക്കണം, കുറച്ച് തിക്കായിട്ടുള്ള അച്ചാറാണ്. പൊതിച്ചോറിൽ വെക്കേണ്ട അച്ചാറല്ലേ, അപ്പം നമ്മളിങ്ങനെ ഒഴുകി കിടക്കുന്ന അച്ചാറിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനിയാണ് മെയിനായിട്ടുള്ള നമ്മുടെ സാധനം, സ്പെഷ്യൽ മസാല. ഇത് മാത്രമേ പറഞ്ഞു തരത്തില്ല കേട്ടോ. അതെ, ഇത് നമ്മുടെ സീക്രട്ട് മസാലയാണ്. അത് വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അത് നമ്മളൊരു പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്പെഷ്യൽ മസാല, അച്ചാറിൻ്റെ സ്പെഷ്യൽ മസാല എങ്ങനെ തയ്യാറാക്കണമെന്നുള്ളത് അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് മൂത്ത് വന്നു. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. ശ്രാവന്തിക മറന്നുപോയെന്ന് തോന്നുന്നു. ഞാൻ ഹിമാലയൻ പിങ്ക് സാൾട്ടേ ഉപയോഗിക്കുള്ളൂ. രണ്ടും അടുത്തടുത്ത് ഇരിപ്പുണ്ട്. രണ്ട് ഉപ്പും നമ്മൾ നോർമലായിട്ടുള്ള ഉപ്പ് ഇരിപ്പുണ്ട്, ഹിമാലയൻ പിങ്ക് സാൾട്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഹിമാലയൻ പിങ്ക് സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവൾക്കത് ശീലമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉപ്പ് നോക്കുമ്പോൾ ആ ഭരണിയിൽ നിന്ന് കഴിയിട്ടത് എടുക്കാൻ ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. ഉപ്പെടുത്തു. ഇനി സുർക്ക അല്ലെങ്കിൽ നമ്മളെ വിനാഗിരി, അത് കുറച്ച് ചേർത്ത് കൊടുത്തേ. നമ്മുടെ സുർക്ക അല്ലെങ്കിൽ വിനാഗിരി എന്ന് പറഞ്ഞാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. തട്ടല് കുക്കർ തട്ടിയാൽ കൈ സ്റ്റിക്കറായിട്ടിരിക്കും. ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല വിനാഗിരി. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇതിലോട്ട് വരുന്നത്. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങി, കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മുടെ മെയിൻ സാധനത്തിനിട്ട് കൊടുക്കാം. ഇതിന് നമ്മുടെ തിരുവനന്തപുരത്ത് പറയുന്ന പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്. ചിലയിടത്ത് ഇതിന് പറയും ഇരുമ്പൻ പുളി, പിന്നെ മത്തിപ്പുളി, ഇരുമ്പൻ പുളി എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ തിരുവനന്തപുരത്ത് പറയുന്നത് പുളിഞ്ചിക്ക. നിങ്ങളവിടെ ഇതിന് പറയുന്ന പേരെന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് വേണം പുളിഞ്ചിക്ക ഇടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ പുളിഞ്ചിക്ക ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇരുമ്പൻ പുളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അല്ലേ. ഇതിൽ നിന്നൊരു വെള്ളം ഇറങ്ങി വന്ന് ഇതങ്ങ് സെറ്റാവും. നമ്മളിതെല്ലാം പെരട്ടി വെള്ളം തോർത്തി വെച്ചിരുന്നതാണ് കേട്ടോ. കായോ ഉപ്പും ഒക്കെ പെരട്ടി ഈർപ്പമില്ലാതെ ഇങ്ങനെ ഇതാക്കി വെച്ചിരുന്നത്. കാരണം പെരട്ടി എടുത്തതാണ്. ചോറിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്, പൊതിച്ചോറിൽ വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പെരട്ടി എടുത്തേക്കുന്ന അച്ചാറാണ്.
ഒരു സ്പെഷ്യൽ അച്ചാറാണ്. ഇരിക്കുകയും ചെയ്യും കുറച്ച് ദിവസം, ഒരുപാട് നാൾ ഇരിക്കത്തില്ല. കാരണം നമ്മൾ മറ്റുള്ള അച്ചാർ പോലെ, പക്ഷെ പുളിച്ചിക്ക ഉണക്കി അച്ചാറിട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാളിരിക്കും. കാരണം നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഉണക്കി വയ്ക്കുക, മാങ്ങ ഉണക്കുന്ന പോലെ തന്നെ പുളിച്ചിക്ക ഉണക്കി വയ്ക്കാറുണ്ട്. ഓഫ് സീസണിൽ അതെടുത്ത് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മീനിലിട്ട് വയ്ക്കാറുണ്ട്, അല്ലാതെ അച്ചാറിടാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പുരട്ടിയെടുത്ത് നോക്കിയാൽ നല്ല പുളിച്ചിക്ക അച്ചാറാണ്. ഇതിൻ്റെ സ്പെഷ്യൽ മസാലയുടെ റെസിപ്പി വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തരുന്നതായിരിക്കും. ശ്രാവന്തികയുടെ സ്പെഷ്യൽ പുളിച്ചിക്ക പുരട്ടിയ അച്ചാർ. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കൂട്ടും കാര്യങ്ങളൊക്കെ ചേർത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കൂടി വേണമെന്ന് തോന്നി. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി കൊടുത്തു. നല്ല പെരണ്ടിരിക്കുന്നുണ്ട് അല്ലേ, അരപ്പൊക്കെ ഇതായി. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചേക്കാം. ഇനി സമയമാകുമ്പോൾ നമ്മൾ തുറന്നെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. സമയം ഏകദേശം 6:30 ആവാൻ പോകണം കേട്ടോ. എന്ന് വെച്ച് ചോറിന് അരിയിടാമെന്ന് വിചാരിച്ചു. ഒരു 2 മണിക്കൂറോളം ചോറ് വേവണം. വെള്ളം ഇട്ടിട്ട് പിന്നെ ഗ്യാസ് കത്തിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പാത്രം വെച്ച് പെട്ടെന്ന് തന്നെ ചൂട് കയറും. ഞാൻ ഈ ശ്രാവന്തിയും കൂടെ വെള്ളം നിറയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു സൈഡിൽ ചോറ് റെഡിയാവും. ഈ അടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചോറൊക്കെ റെഡിയായി കിട്ടും. ഞാൻ ഒരുപാട് തവണ ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ബൾക്കായിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത്, വീട്ടിലാണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഇതിലാണ് ചോറുണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. വെള്ളം മതി, നമുക്ക് 3/4 ഭാഗം വെള്ളം വെച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വയ്ക്കുമ്പം പൊടിയൊക്കെ അങ്ങ് വീഴാതിരിക്കും അടിപൊളിയായിട്ട്. പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. നല്ല ചൂടാണെങ്കിലും പെട്ടെന്ന് കയറും. ഇപ്പം തന്നെ ജസ്റ്റ് വെള്ളം വെച്ചിട്ടുള്ളൂ, നല്ല ചൂട് കയറുന്നുണ്ട്. തോരൻ വയ്ക്കാൻ കേട്ടോ. കടുക് ഇട്ട് കൊടുത്തു. തോരന് നേരത്തെ നമ്മൾ സാധാരണ ചേർക്കുന്ന ചേരുവ തന്നെ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് തേങ്ങയുടെ ഒന്ന് ഒതുക്കി, ഞാൻ ക്യാബേജ് തോരനായതുകൊണ്ട് ക്യാബേജിൽ കൂടെ തന്നെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് തോരനെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടൊന്ന് കടുവറക്കാമെന്ന് വിചാരിച്ചു. ഉഴുന്ന് പരിപ്പും എൻ്റെ ഗുണ്ടുമുളക് കഴിഞ്ഞു. എല്ലാവരും ചോദിക്കുന്നു ഗുണ്ടുമുളകില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗുണ്ടുമുളക് കഴിഞ്ഞു പോയി. അപ്പം അത് കാരണം ഗുണ്ടുമുളകില്ല. ഗുണ്ടുമുളക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യാണ് ചെയ്യുന്നത് ഗുണ്ടുമുളകിന് വേണ്ടിയിട്ട്. അപ്പോൾ കടുക് നമ്മുടെ ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടു. കടുകറ കടുക് പെട്ടെന്ന് വറ്റൽമുളകൊക്കെ മൂക്കും കേട്ടോ. ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാവേ. ഉഴുന്ന് പരിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉഴുന്ന് പരിപ്പ് മൂക്കും. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കടുക് ഒന്ന് തള്ളി പിടിച്ചിട്ട് ഞാൻ ഉഴുന്ന് പരിപ്പ് കുറച്ച് കൂടുതൽ ഇട്ടിട്ട്, കടുകൊന്ന് തള്ളി പിടിച്ചെന്ന് വെച്ചാൽ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ കടുക് വറക്കാൻ നോക്കിയപ്പോൾ കടുക് കഴിഞ്ഞു. അപ്പോൾ തോരന് കഷ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കടുക് എടുത്തു. ഓൾറെഡി ഉഴുന്നരിപ്പിട്ടിട്ടാണ് നമ്മൾ കടുക് വറക്കാറ്. ക്യാബേജ് തോരന് നല്ല ടേസ്റ്റാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തു. കുറച്ച് തണ്ടോടുകൂടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ കറിവേപ്പില. എനിക്ക് ഈ തണ്ടോടുകൂടി കറിവേപ്പില ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ, നല്ല ഒരു സ്മെല്ല് കിട്ടും തണ്ടോടുകൂടി ഇടുമ്പോഴത്തേക്ക്.
ടണ്ടടായി നമ്മൾ ഒതുക്കി വെച്ചേക്കുന്ന ക്യാബേജും നമ്മുടെ ക്യാബേജിൻ്റെ കൂട്ടും എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. നല്ലതായിട്ട് ഒതുക്കി മിക്സ് ചെയ്തേക്കുന്നതാണ്. എന്നിട്ടൊന്ന് തട്ടി ഒതുക്കി അങ്ങോട്ട് വെച്ചു ക്യാബേജ് കൂട്ട്. എന്നിട്ട് നമ്മുടെ വാഴയിലയാണ് നമ്മുടെ വാഴയില വെച്ച് കൊടുത്തു കേട്ടോ. ഈ വാഴയില ഇങ്ങനെ വയ്ക്കുമ്പോൾ പ്രത്യേക ഒരു മണം വരുവേ തോരന്. ഒരു കിടിലൊരു മണമാണ് ആ വാഴയില വയ്ക്കുമ്പോൾ കിട്ടുന്നത്. അടച്ചങ്ങോട്ട് വയ്ക്കുക. തോരൻ കുറച്ച് കഴിയുമ്പം റെഡി ആവും. വെട്ടിത്തിളച്ച് കേട്ടോ. നമുക്ക് ഒരു സ്റ്റെപ്പായിട്ട് അരി ഇടാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് അരി ഇടുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് അരി കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഇത്തവണ കുറച്ചുകൂടെ അരിയൊന്ന് കൂട്ടിയിട്ടുണ്ട്. ഇന്ന് കുറച്ചുകൂടെ പൊതി കൊടുക്കാൻ പറ്റണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ പൊതി ആഡ് ചെയ്യണം. കുറച്ചുകൂടെ അരി കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇളക്കാനുള്ള പാത്രം കൊണ്ടുവരട്ടെ. ഈ അടുപ്പിന് ഭയങ്കര ഒരു പ്രത്യേകതയാണ് കേട്ടോ. പെട്ടെന്നാവും. 2 മണിക്കൂറൊക്കെ വയ്ക്കുന്നത് ഇതിലൊരു 1.5 മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി. അടിപൊളിയായിട്ട് റെഡിയാവും. അടച്ചു വയ്ക്കാം. നമ്മുടെ തോരൻ ഒതുക്കി വെച്ചിരുന്ന ആവിയൊക്കെ കയറി ഇലയൊക്കെ അങ്ങ് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ സാന്തിക? നല്ല മണമൊക്കെ വരുന്നുണ്ട്. അടിയിലൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ഒതുക്കി അടച്ചു വെച്ച് കൊടുക്കണം അല്ലേ? ഒന്നുകൂടെ ഒന്ന് ഒതുക്കി നന്നായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. വലിയ ഉരുളി ആയതുകൊണ്ട് ഇത് വെളിയിലെ അടുപ്പിലാണ് നോർമലി വയ്ക്കുന്നത്. ഗ്യാസ് അടുപ്പിൽ അത്ര സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഉരുളിയാണ് കേട്ടോ വെച്ചേക്കുന്നത്. കാരണം നമുക്ക് ഇത് അത്യാവശ്യം ഇങ്ങോട്ട് വയ്ക്കാനുള്ളത് കൊണ്ട് വലിയ ഉരുളിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഒന്നുകൂടെ നമുക്കൊന്ന് ഒതുക്കി അടച്ചു വെച്ച് കൊടുക്കാം അല്ലേ സാവന്തിക? നല്ല കറക്റ്റ് ഒരു മഞ്ഞളായാലും അല്ലേ, ഇങ്ങനെ ഓവർ കളറല്ലാതെ. ഓവർ കളറൊരു സുഖമില്ല. ചിലർ ഭയങ്കര തോരൻ വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു കളറായിരിക്കും അല്ലേ, മഞ്ഞളങ്ങ് വാരിയിടും. അടച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നാവും. നമ്മുടെ തോരൻ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വാഴയിലേക്ക് അതിൻ്റെ ഇതായിട്ടുണ്ട്. നമ്മൾ ഇനി ഇത്രയും നേരം നമ്മൾ തീ കുറച്ചാണ് ഇട്ടിരുന്നത് കേട്ടോ. ഇനി നമ്മൾ മെയിൻ പ്രോസസ്സിങ്ങിലോട്ട് എത്തുകയാണ്. തീ നമുക്ക് നല്ല കൂട്ടിയിട്ട് കൊടുക്കാതെ കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കണക്കായിട്ട് നമുക്കത് റെഡിയായി കിട്ടും. കുറച്ച് ഈർപ്പമുണ്ട്. അപ്പോൾ ഈർപ്പമൊന്ന് അല്ലേ പിടിച്ച് നല്ല ആയിട്ടൊന്ന്, കാരണം നമ്മൾ വാഴയിലേക്ക് കിടന്നുകൊണ്ട് ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട് തോരന്. ഇതൊന്ന് 4 വാടിനെ ഒന്നാക്കിയിടാം. നമുക്ക് അടച്ചു വെക്കണ്ട, അതൊന്ന് റെഡിയായി വരട്ടെ. നമ്മളെ സാമ്പാറിനുള്ള പാത്രം വെച്ചു അടുപ്പിലേക്ക്.
അതിലേക്ക് സാമ്പാറിൻ്റെ കഷ്ണം ഇടുകയാണേ. സാമ്പാറിൻ്റെ കഷ്ണം ഇട്ടു. അതിലോട്ടൊരു ഹാഫ് പോർഷൻ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഓക്കെ, സാമ്പാറിന് വരട്ടാനുള്ള സാധനങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഒരുപാട് വരണ്ട് പോകണ്ട, കുറച്ചൊന്ന് വരട്ടാൻ വേണ്ടിയിട്ടുള്ളത്. എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിലോട്ട് ഈ സാധനം ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി, വെണ്ടയ്ക്ക, മുളക്, തൊണ്ടമുളക്. ഇവിടെ തൊണ്ടമുളക് എന്നാണ് പറയുന്നത്, നിങ്ങളവിടെ പറയുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. സാമ്പാർ മുളക് അല്ലേ, തൊണ്ടമുളക്. നിങ്ങളവിടെ എന്താ സ്വാമി പറയുന്നത്? ഇല്ലേ, തിരുവനന്തപുരം മാത്രമാണ് ഈ മുളക്. അത് നിങ്ങളവിടെ ഇല്ലാത്ത? നമ്മൾ തേങ്ങ അരച്ച മീൻ കറിക്കകത്തൊക്കെ ഇടും. അതെ, അപ്പം നമ്മൾ ഇല്ലല്ലേ സാമ്പാറിന്. പക്ഷേ ഈ മുളക് സാമ്പാറിന്, അവിയലിനും തിരുവനന്തപുരത്ത് മീൻ കറിക്കും ഈ മുളക് മസ്റ്റാണ്. അപ്പം ഇതൊന്ന് ഇടണം. ചില ആൾക്കാർ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വയ്ക്കുവേ. പക്ഷെ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണ്. കാരണം ഞാൻ അമ്മയെ കണ്ടിട്ടാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചത്. ഇങ്ങനെ അമ്മ ഇങ്ങനെ ഇതായിട്ടാണ്. ചിലർ വെണ്ടയ്ക്ക് ആദ്യം ഇടും, സെപ്പറേറ്റ് ആയിട്ടിടും. പിന്നെ പണ്ടുള്ളൊരു വെണ്ടയ്ക്ക് ഒരുപാട് വേവിച്ച് കിളികളാക്കലെന്ന് പറയും സാമ്പാറിൽ. അതെ, നമ്മൾ ഒരു മീഡിയം ഇതായിട്ടേ വെണ്ടയ്ക്ക് ഇതാക്കാൻ പാടുള്ളൂ. നമുക്ക് സാമ്പാറായിട്ടില്ല, പച്ചക്കറിയിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തവിയിട്ടൊന്ന് ഇളക്കി ഒന്ന് വെച്ച് കൊടുക്കാം. കാരണം ഈ പാത്രത്തിൽ ഇച്ചിരി ചൂട് കയറി വരാൻ ഇച്ചിരി പാടാണ്. കുറച്ച് സമയമായി നമ്മൾ വച്ചിട്ടെങ്കിലും, കാരണം ചൂട് കയറി കഴിഞ്ഞാൽ നല്ല കിടിലമാണ്. പിന്നെ പച്ചക്കറിക്ക് അങ്ങ് ഒരുപാട് നേരത്തെ വേവില്ലാത്ത പച്ചക്കറികളല്ലേ ഇത് ഇട്ടേക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഷ്ണമൊന്ന് ഇതായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഓക്കേ, ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വരട്ടെ. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പരിപ്പും, അമരയ്ക്ക, ചെറിയ ഉള്ളി, അങ്ങനെ വേവിച്ച് വയ്ക്കുമ്പം പച്ചക്കറിക്ക് അധികം നേരത്തെ വേവില്ല. ഇതും കൂടെ വേവിച്ചിടാങ്കിൽ അങ്ങോട്ട് ഇവരങ്ങ് ഒരുമിച്ച് അങ്ങ് ലയിക്കട്ടെ അല്ലേ. ഞാൻ എപ്പോഴും ഈ 3 തരത്തിലാണ് ഇങ്ങനെ വേവിക്കുന്നത്. 3 ചിലരെ എല്ലാം കൂടെ ഒന്നിച്ച് ആണാണ് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിലിട്ടിട്ട് ഒറ്റയടി. പക്ഷെ എനിക്ക് ഇന്നേ വരെ അങ്ങനെ തോന്നിയിട്ടേയില്ല. ഉപ്പിടണേ, അത്യാവശ്യം ഉള്ളതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. പരിപ്പിലില്ലല്ലോ, ഇത്ര ഇടുന്നുണ്ട്. ഉപ്പ് നല്ല ആഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ച് വരട്ടെ. അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ കഷ്ണമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കണം. സാമ്പാർ പൊടി ഒന്ന് ഇതായി കഴിഞ്ഞാൽ ചേർക്കണ്ട. എല്ലായിടത്തും പറ്റിക്കഴിഞ്ഞാൽ സാമ്പാർ പൊടി ചിലരിങ്ങനെ മൂപ്പിക്കാതെ ഡയറക്റ്റ് ഇടും കേട്ടോ പൊടിയല്ലേ. അതെ, മുളക് പൊടിയുടെയാണ്.
ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട്, ഉള്ളതിനനുസരിച്ചാണ് ഇടുന്നത്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ പൊടി നോക്കിയപ്പോൾ ജീരകത്തിൻ്റെ പൊടിയില്ല. അതുകൊണ്ട് താളിക്കുമ്പോൾ ഇടാം ജീരകം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ഇതായി വന്നിട്ടുണ്ട്. ഇതൊന്നെന്ന് വെച്ചാൽ നമ്മൾ ആ പൊടി ഇട്ടിട്ട് ഒന്ന് ഇതായി വന്നിട്ട്, അപ്പോൾ പുളി അത്യാവശ്യം നല്ലോണം വാളം പുളിയാണ് കേട്ടോ, നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല തിളച്ച് ഇതൊന്ന് കുറുകി വരണം. പാത്രം അങ്ങോട്ട് എനിക്ക് ഭയങ്കര കൺസിസ്റ്റഡാണ്, കാരണം ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ സാമ്പാർ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് കിടന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. കഴിഞ്ഞ തവണ കുട്ടയില്ലാത്തതിൻ്റെ വിഷമം നല്ലപോലെ അറിഞ്ഞ്, അങ്ങനെ ഇന്നലെ ഫുള്ള് കുട്ട വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അങ്ങനെ കുട്ട കിട്ടി. അപ്പോഴത്തേക്കും കുട്ട കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം നല്ലപോലെ വാർന്ന് എടുക്കാൻ പറ്റും. കഴിഞ്ഞ തവണത്തെക്കാളും ചോറും ഇത്തവണ കുട്ടയിലാകുമ്പോൾ നല്ല വെള്ളം വാർന്ന് കിട്ടുമെന്ന് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുട്ടയിൽ വാർന്നിട്ട് നമുക്ക് വട്ടിയിലോട്ടാക്കാം. പക്ഷേ കുട്ടയിൽ നല്ല ഇതുണ്ട് കേട്ടോ, നമുക്ക് മറ്റേതിനേക്കാളും ഭയങ്കര കംഫർട്ടബിളാണേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറേ പാടുവിട്ടല്ലേ, കുറേ സ്ട്രഗിൾ ചെയ്ത്, അത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തപ്പോഴത്തേക്ക് നമുക്കത് മാനേജ് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇത്തവണ എനിക്കൊന്നിനും കുറച്ചുകൂടി ഈസിയായി, നമ്മൾ ചെയ്ത് കുറച്ചുകൂടി ഇങ്ങനെ കംഫർട്ടബിളായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ട് നല്ലതായിട്ട് തിളച്ചതായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ സാമ്പാറിലോട്ട് പകരുകയാണ്. അയ്യോ, പകർന്നു കൊടുക്കുകയാണേ. നമ്മൾ പറയും നല്ല അഴകുഴമ്പനായിട്ടുള്ള സാമ്പാർ എന്നൊക്കെ പറയും അല്ലേ സാവന്തിക? അതെ. നമ്മളിങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കണം ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ എടുത്ത് ഇഡ്ഡലിയുടെ ചോറിൻ്റെ കൂടെ ഒക്കെ. സാമ്പാർ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് കരണ്ട് പോയി ഗേസ്. താളിപ്പും കൂടി ചേർക്കാൻ പോകുന്നു. ഒന്ന് അടച്ചു വെക്കട്ടെ. നമ്മുടെ സാമ്പാർ നല്ല താളിച്ച് എടുത്താണ് കേട്ടോ, നല്ല അഴകുഴമ്പൻ സാമ്പാർ. അവിയലേ
അവിയൽ ഇന്ന് ഇച്ചിരി അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട് അവിയൽ. പച്ചക്കറി ആവി കയറി ഒന്ന് ഇതായിട്ടുണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളെ മുരിങ്ങയ്ക്കയും ഇച്ചിരി തക്കാളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക തക്കാളിയും വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക്, തൊണ്ടമുളക്. ഈ തൊണ്ടമുളകിന് നിങ്ങളവിടെ പറയുന്ന പേര് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത്തവണ അവിയലൊക്കെ നല്ല ലാവിഷായിട്ട് ഉണ്ട്. നല്ല കഴിഞ്ഞവണ നമ്മൾക്ക് ചോറ് കുറച്ചുകൂടി ഉണ്ടായിരുന്നിട്ടും പൊതികൾ ഉണ്ടായിരുന്നിട്ടും കറികളുടെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞവണ പൊതികൾ അത്ര ഇതായിപ്പോയത്. അപ്പം ഞാൻ കരുതി ഇത്തവണ നമ്മൾ കറികൾ കുറയരുതല്ലോ, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇത്തവണ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ട്. ഇത്തവണ അവിയലൊക്കെ നല്ല സ്വാന്തിക, നല്ല കഷ്ണമൊക്കെ നല്ല ഞങ്ങൾ അടിപൊളിയായിട്ട് നല്ല നോക്കിയിട്ടുണ്ട്. പ്രൊഫഷണൽ നുറുക്കൽ നോക്കിയിട്ടുണ്ട്. അവിയൽ ടിപ്പുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലേ സ്രവന്തിക? നിങ്ങളുടേതായ ടിപ്പുകൾ, നിങ്ങൾ ചെയ്യുമ്പം ചെയ്യാറുള്ള ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് അടച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറണം. ഇതേപോലെ നമ്മുടെ പുളിച്ചിക്ക അച്ചാർ നല്ല സെറ്റായിരിപ്പുണ്ട് കേട്ടോ. പുളിച്ചിക്ക, ഇരുമ്പമ്പുളി എന്നൊക്കെ പറയാം. നമ്മുടെ അച്ചാർ നല്ല നോക്കിയാൽ എണ്ണയൊക്കെ ഇങ്ങനെ ഇളകി എൻ്റെ നാവിൽ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. ശ്രാവന്തിക്കും വെള്ളം ഊറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ നല്ല അച്ചാർ പ്രേമികളാണ്. അപ്പം അതുകൊണ്ട് നല്ല ആ ഒരു പിടിച്ച് നല്ലതായിട്ട് അച്ചാർ, ആ ഗ്രേവിയൊക്കെ പുളിച്ചിക്കയിൽ പിടിച്ച് നല്ല അച്ചാറൊക്കെ. അതെ, നമ്മൾ ഒരുപാട് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന തരത്തിലല്ല, അരപ്പൊക്കെ നല്ല പിടിച്ചിരിക്കുന്ന തരത്തിലാണ് അച്ചാറുണ്ടാക്കിയിരിക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഹിമാലയൻ സാൾട്ടാണേ. നമ്മൾ നേരത്തെ ഉപ്പിട്ടില്ലായിരുന്നു, അപ്പം അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വെച്ച് കൊടുത്താൽ ഏകദേശം നമ്മുടെ പച്ചക്കറി ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അവിയൽ ഇങ്ങനെ തുറന്നിരിക്കണം. ഞാൻ പോയിട്ട് കൂട്ടെടുത്തുകൊണ്ട് വരാം. ഇതാ കൂട്ട് വന്നു. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, കറിവേപ്പില, തേങ്ങ എല്ലാം കൂടി ചേർത്ത് മഞ്ഞപ്പൊടിയൊക്കെ കൂടെ ചേർത്ത് എടുത്ത കൂട്ടാണ് കേട്ടോ. കൂട്ടിട്ട് കൊടുത്താൽ നമുക്ക് അടച്ചു വയ്ക്കാം. കൂട്ടിട്ടിട്ട് അടച്ചു പിന്നെ ഇളക്കാം. നമുക്ക് അവിയൽ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അവിയൽ ഇനി ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുകഞ്ഞു പോകും. അടി പുകഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു സുഖവും കാണില്ല അവിയൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാടിട്ട് ഇളക്കി പൊടിക്കാനും പറ്റില്ല. കഷ്ണങ്ങൾ പൊടിഞ്ഞു പോയാൽ അവിയലിൻ്റെ ആ സുഖം അങ്ങ് പോകും. നോർമലി ചെയ്യാറുള്ളത് ഈ മൂടാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ആവി അടിക്കുന്ന നല്ല കയ്യിൽ കുറച്ചുകൂടി ലെങ്തുള്ള തവിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് നല്ല ഗുംഗുമാന്നുള്ള ആവിയാണ് കയ്യിലടിക്കുന്നത്. ഓക്കെ ഇതാ കമ്പ്, ഇതാ കോല്. അപ്പോൾ ഞാൻ ഫൈനലായിട്ട് കുറച്ച് പച്ച കരിയാപ്പലയും വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തിരുമ്മി ഇട്ട് കൊടുക്കണേ. പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലയും പൊളിക്കും. ഈ മണം ഇങ്ങനെ ഇരുന്ന് ഇച്ചിരി നേരം മണം ഇറങ്ങണം. ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ മണം അങ്ങോട്ട് അവിയലോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ സ്വാദ്. അപ്പോൾ ഇച്ചിരി നേരം ഇരിക്കട്ടെ, ഒരു കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും. എന്നിട്ട് തുറന്നിട്ടൊന്ന് ഇളക്കി വയ്ക്കണം. ഓക്കെ. രാവിലെ നല്ല വിശന്നിരുന്നപ്പോഴത്തേക്ക് പിന്നെ സാമ്പാർ, നല്ല അഴകുഴമ്പൻ സാമ്പാറുണ്ട്. അപ്പോൾ വിചാരിച്ചു ഒരു ഇഡ്ഡലിയും കൂട്ടി അങ്ങ് അടിക്കാണ്. ഇഡ്ഡലിയും കൂട്ടി നല്ല അഴകുഴമ്പൻ സാമ്പാർ.
അപ്പോൾ ഇത്തവണ നമ്മുടെ സ്നേഹപ്പൊതിയിലേക്കുള്ള ചോറും തോരനും അവിയലും പുളിച്ചിക്ക അച്ചാറുണ്ട്, സാമ്പാറും, ഇത്തവണ കുടിവെള്ളം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് പാക്ക് ചെയ്താൽ മതി. സാമ്പാർ ഓൾറെഡി നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ സാവന്തികയെ കൊണ്ട് അത് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചോറ് പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ചോറ് വിളമ്പിയത്. അപ്പോഴാണ് ഞാൻ ഓർത്ത്, അയ്യോ നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ സാധാരണ സ്പൂണിലല്ലല്ലോ ചോറ് വിളമ്പാറുള്ളത്. നമ്മൾ കട്ടിയുണ്ടോ, ഇത് കീറിയ പേപ്പറാ. നമ്മൾ സ്പൂണിലല്ലേ അല്ലല്ലോ സദ്യ വിളമ്പാറ്, ഒരു പാത്രത്തിലല്ലേ എന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ശ്രാവന്തിയോട് പറയുന്നത്, ഒരു പാത്രം വേണം, ഈ പാത്രം പാത്രം ഏത് പാത്രം, അടപ്പ് പാത്രം എടുത്തുകൊണ്ട് പറഞ്ഞു. ആ പാത്രം എടുക്കുന്നു, ഈ പാത്രം എടുക്കുന്നു. പക്ഷെ അതൊന്നും അല്ല, കോരുന്ന നമ്മൾ സദ്യ ഇങ്ങനെ. അത് ഒരു പാത്രമാണ്, 2 പേപ്പറുണ്ടോ? ഓക്കെ, സിംഗിൾ പേപ്പറാണ്, 2 വെച്ചു. 2 വേണം, കാരണം കട്ടി ഉണ്ടെങ്കിലേ അത് പൊട്ടിപ്പോവാണ്ടിരിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? കട്ടി ഉണ്ടെങ്കിലേ ഇല നല്ല അതുപോലെ കഴിഞ്ഞോണ്ട് ഇല വാട്ടാനായാലും ഞാൻ കുറച്ച് ഇല വാട്ടിയിട്ട് പൊതിയാൻ വേണ്ടിയിരുന്നു. പക്ഷെ ശ്രാവന്തികയാണ് അല്ലേ ഇല വാട്ടി അവൾ ഒരു പരുവത്തിലേക്ക് എത്തിയത്. ഭയങ്കര ഇതായിട്ട് ഇല വാട്ടൽ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഇതെല്ലാം പയറ്റി തെളിഞ്ഞതുകൊണ്ട് ഇതാകുമ്പോൾ നമ്മൾ ഒരളവിനെ, ഇപ്പോൾ ഒരാൾ കഴിക്കുന്ന അളവുണ്ടല്ലോ ചോറ്, അത് നമുക്കറിയാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ചോറിൻ്റെ ആയാലും കഴിഞ്ഞോണ്ടേ ഈ ചോറ് നമ്മൾ 3 പാത്രങ്ങൾ 3 or 4 അല്ലേ പാത്രങ്ങളിലോട്ടാണ് നമ്മൾ വച്ചത്. പക്ഷേ അത് തന്നെ പാത്രങ്ങൾ നമ്മൾ മാറ്റാനും എടുക്കാനും ഒക്കെ കുറേ ബുദ്ധിമുട്ടി. ആ തോരൻ്റെ പാത്രം ഇങ്ങനെ ബുദ്ധിമുട്ടി. പക്ഷേ എങ്കിൽ ഇത്തവണ നമ്മൾ അതിന് വട്ടി വാങ്ങി അങ്ങനെ ഓരോ തവണ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ഇതിന് വേണ്ടത്. അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമോ അയ്യോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അന്ന് ഈ ചോറ് വയ്ക്കുന്ന പാത്രവും ഇല്ല. അന്ന് ഞാൻ 2 or 3 തവണ കലത്തിലാണ് ഞാൻ വെച്ചത്. ഇത് അപ്പുറത്ത് വയ്ക്കുമോ? അവിയലും കൂടെ തന്നെ ഞാൻ അവിയലും അപ്പിക്കൽ വയ്ക്കാം. നമ്മൾ പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനായിട്ട് കുറേ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തവരുണ്ട്. ചേച്ചി ഞങ്ങളും കൂടി ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ അല്ലേ, പൊതിച്ചോറ് കൊടുക്കാൻ എന്തെങ്കിലും ഇതായിട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യ്. നമ്മൾ ഒരു പൊതിയാണെങ്കിൽ 2 പൊതിയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു മഹത്വം. ആ ഒരു ഇത് നമ്മൾ വേറെ ആർക്കും കൊടുത്ത് അവരെ മീഡിയേറ്ററാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ ഇതായിട്ട് പറയുകയും പിന്നെ കുറേ ആൾക്കാർ കൊടുത്തു തുടങ്ങുകയും അല്ലേ. ഇത് കണ്ട് നമ്മുടെ ഇത് നമ്മൾ ഇട്ടേക്കുന്ന വീഡിയോസും ഇതെല്ലാം കണ്ട് അവർക്കത് ഇൻസ്പയർഡ് ആയിട്ട് ആൾക്കാർ ചെയ്യുന്നവരുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നുണ്ടെന്നൊക്കെ നമ്മളോട് പറഞ്ഞ ആൾക്കാരുണ്ടല്ലേ. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. നമുക്കത് ചെയ്യാൻ കഴിയുക, അങ്ങനെ നമ്മൾ വിശന്നിരിക്കുന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ കാര്യങ്ങളാണതെല്ലാം. അപ്പം ഞങ്ങളുടെ ഇത്തവണത്തെ വിശക്കുന്ന വയറിന് ഉള്ള നമ്മുടെ സ്നേഹപ്പൊതികൾ അല്ലേ സാവന്തിക തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ തയ്യാറായിട്ടുണ്ടെന്നല്ലേ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. ഉറങ്ങിയിട്ടില്ല, ഇതുവരെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഈ മൊമെന്റ് വരെ അല്ലേ ഞങ്ങൾ ഉറക്കം പോലും ഇല്ലാണ്ട് തയ്യാറാക്കിയതെല്ലാം. ഇത്തവണ കറി കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ കറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം, ശ്രാവന്തിക പറഞ്ഞു ഇത്തവണ വെള്ളം കൊടുക്കണം ചേച്ചി, എന്തായാലും നമ്മൾ ഭക്ഷണപ്പൊതി കൊടുക്കുന്നതാണ്, അപ്പം വെള്ളം കൊടുക്കണം അല്ലേ, നമ്മൾ ഇത്രയും ചെയ്യുന്നില്ല. അപ്പോൾ അവൾ വെള്ളം അറേഞ്ച് ചെയ്തു. ഇനി കാരണം നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിനേക്കാളും കൂടുതൽ വെള്ളം വേണം. ഇനി ഒരു 4-5 വെള്ളം കൂടി വേണം. കാരണം 5 പൊതി നമ്മൾ എക്സ്ട്രാ ആണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 5 പൊതി കൂടുതൽ ഇത്തവണ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. കാരണം കഴിഞ്ഞതിലും കൂടുതൽ ഇത്തവണ കറികൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ വെള്ളം എക്സ്ട്രാ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു
എന്താ പറയുക, നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാൻ പറ്റണം അല്ലേ? അതെ, ഓരോ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം അതിലും ബെറ്റർ ആയിട്ട് ചെയ്യണം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നമ്മൾ ഭയങ്കര ബെറ്റർ ആയിരുന്നു. കാരണം ചോറ് വാർക്കുന്നതാണെങ്കിലും എല്ലാത്തിനും ഒരു വ്യത്യാസം, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി എന്നുള്ളതാണ് എല്ലാം ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് അർഹരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് പോവാണ്. നിങ്ങളെല്ലാവരും സ്നേഹവും ബ്ലെസ്സിങ്സും മാത്രം മതി നമുക്ക്. അതെ, തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും കേട്ടോ, വേറെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ സ്നേഹവും ബ്ലെസ്സിങ്സും എപ്പോഴും നമ്മളിവിടെ ഉണ്ടായിരിക്കണം. ലവ്, ആ ഒരു സ്നേഹം എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, ഓടി വരിക അടുത്തോട്ട്, അതൊക്കെ മാത്രം മതി, അല്ലാതെ വേറൊന്നും വേണ്ട. എനിവേ, അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞാനുണ്ട്, ശ്രാവന്തികയുണ്ട്, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സുരേഷാണ്. സുരേഷും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ പോയി ഇതൊക്കെ ഒന്ന് കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് അവരുടെയൊക്കെ സന്തോഷമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പോകുന്ന വഴിക്ക് വിശേഷങ്ങളൊക്കെ പറയാം. പക്ഷേ ആർക്കൊക്കെയാണ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ കാണിക്കില്ല. അത് നമുക്ക് ഒട്ടും താല്പര്യമില്ല അത് കാണിക്കാനൊട്ട്. ഇത്രയൊക്കെ പിന്നെ എല്ലാവരിലേക്ക് എത്തിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, എല്ലാവർക്കും ഒരു പ്രചോദനം ആവണം. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെ കൊടുക്കണമെന്നൊന്നും പറയില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന 1 2 നമ്മൾ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ 2 പൊതി എക്സ്ട്രാ നമ്മളെ ബാഗിലിരിക്കുക, വഴി കാണുന്നവർക്ക് അത് കൊടുക്കുക. അപ്പോൾ അവരുടെ ഒരു സ്മൈലുണ്ട് കേട്ടോ. ആ ഒരു സ്നേഹത്തിൻ്റെയാണ്, നമ്മൾ അവരോട് ചേർത്ത് നിർത്തി എന്നുള്ള സ്നേഹത്തിൻ്റെ അത് നിങ്ങൾ നേടിയെടുക്കുക ദയവ് ചെയ്ത്. നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത്, ആരും വിശന്നിരിക്കരുത്. നമ്മൾ മൃഷ്ടാന ഭോജനം കഴിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ മറ്റുള്ള ആൾക്കാർ അലയരുത്. ഒരു നേരമെങ്കിലും അവർക്ക് ഫുഡ് കിട്ടണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ ഇന്ന് അവളോട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയായിരുന്നു, ഇതിപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ കുറേ ഇതുകൊണ്ട് കൊടുക്കുന്നു, നീ ഇനി ചെങ്ങന്നൂർ കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ചെങ്ങന്നൂർ കൊടുക്കണം എന്നാണ്. ചെങ്ങന്നൂർ അല്ലെങ്കിൽ കോട്ടയം, അവിടെ നിയറാണല്ലോ കോട്ടയം. അപ്പോൾ നീ അക്സസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവൾക്ക് അവിടെ കൊടുക്കാൻ സാധിക്കണം എന്നാണ്. കാരണം അവൾക്കിപ്പോൾ സ്റ്റെബിലിറ്റി ആയിട്ടില്ല. അപ്പോൾ സ്റ്റെബിലിറ്റി ആവുന്ന സമയത്ത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അവൾ നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പൊതിച്ചോറ് കൊടുക്കുന്നു പറഞ്ഞിട്ട് വാഴയില, ഇവിടെ വാഴയില വാങ്ങണം. അല്ലെങ്കിൽ വാഴയില 8 രൂപയാണ് വാഴയില വാങ്ങാൻ. വേണ്ടത്തിന് വാഴയില വാങ്ങുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. സീസണൽ ടൈമിൽ 8 അല്ലെങ്കിൽ 5 സാധാരണ വാഴയില ഉള്ളത് എന്നാണ് എൻ്റെ ഒരു, ഞാൻ പോയി വാങ്ങിയിട്ടുള്ളപ്പം എനിക്കുള്ളത്. കാരണം ഓണമൊക്കെ ആണെങ്കിൽ 8 രൂപ വാങ്ങും, 10 രൂപ വാങ്ങുന്നവരും ഉണ്ട്, 5 രൂപ വാങ്ങുന്നവരും ഉണ്ട്. അപ്പോൾ കിളിന്ത് വാഴയിലാണ്. അത് തമിഴ്നാട് എന്ന് പറയുന്ന വാഴയിലാണ്. അത് അവളെ തോട്ടത്തു നിന്ന് അവൾ കൊണ്ടുവന്ന വാഴയില. പിന്നെ അച്ചാറിടാനുള്ള സാധനങ്ങളൊക്കെ അവൾ കൊണ്ടുവന്നു, നമ്മളെ ഇരുമ്പുളി കൊണ്ടുവന്നു. ഇത്തവണ അതിൻ്റെ അച്ചാറിടണമെന്ന്. അപ്പോൾ കുറേ നാളുകൊണ്ട് നമ്മൾ അച്ചാർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചമ്മന്തി അതൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അച്ചാർ പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, കൂമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നെക്സ്റ്റ് ടൈം അത് നമ്മൾ നന്നായിട്ടത് ഫോയിൽ ചെയ്ത് അത് അരിഞ്ഞ് അത് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും അതെങ്ങനെയാണ് നമ്മളത് സൂക്ഷിച്ച് വെക്കുന്നതെന്നുള്ളത്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മളത് കീപ്പ് ചെയ്യും. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന്. തേങ്ങ ഇല്ലാഞ്ഞിട്ടൂടി ഇത്തവണ അവിടെ തേങ്ങ വിട്ടപ്പോൾ ചേച്ചി ഇത്തവണ തേങ്ങ വെട്ടിയപ്പോൾ തേങ്ങ വളരെ കുറവായിരുന്നു ചേച്ചി, എന്നിട്ട് ആ തേങ്ങ എടുത്തിട്ട് വന്നു. തന്നെ അതൊക്കെയാണ് ഒരു മാക്സിമം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കൂടെ എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആണ്. പിന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ആരും ലക്ഷപ്രഭുക്കളോ ജനിച്ചപ്പോൾ സ്വർണ്ണക്കരണ്ടിയും വെള്ളക്കരണ്ടിയും കൊണ്ട് വന്നവരോ ഒന്നുമല്ല. വളരെയധികം കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ മറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ ഒരു കൈത്താങ്ങാവുക എന്നുള്ള ഒരു നമുക്ക് ഒരുപാട് സോഷ്യൽ മെസ്സേജാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വം കുറഞ്ഞു വരുന്ന ആളുകളെയാണ് കാണുന്നത് നമ്മൾ സമൂഹത്തിൽ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്തൊക്കെയാണോ ചെയ്യുന്നത് സത്യം, അങ്ങനെ അറിയില്ലാത്ത, അങ്ങനെ മനുഷ്യത്വം കുറയാണ്. മനുഷ്യർ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം അതൊക്കെ മാറി നമ്മളെല്ലാവരും വളരെയധികം ജോയ്ഫുൾ ആയിട്ട് എല്ലാവരും സഹജീവികളോട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്കൊക്കെ പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ ലക്ഷങ്ങളൊന്നും ആൾക്കാർക്ക് കൊടുക്കാനില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു പൊതി ചോറ്, ഒരു ഗ്ലാസ് വെള്ളം, അതൊക്കെ കൊടുക്കാം. അതെ, പരിഹസിക്കുന്ന സമയത്തിൻ്റെ 1% മതി. സത്യം, എന്തെങ്കിലുമൊക്കെ ചേർത്ത് പിടിക്കുക ആൾക്കാരെ. അത് ഇങ്ങനെ നോക്കില്ല. നമ്മൾ ഈ കൊണ്ടുപോകുന്നത് ഒരു ജെൻഡർ നോക്കിയിട്ടോ അല്ലെങ്കിൽ ആൾക്കാരുടെ നിറോ വർണ്ണം ജാതി അങ്ങനെ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല. വിശക്കുന്നവർക്കാണ്.
അവരാണ് അർഹതപ്പെട്ട ആൾക്കാർ. നമ്മളെല്ലാ മനുഷ്യരെ അങ്ങനെ കാണുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഒരു സ്നേഹം, പരിഗണന, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് പോവാം. നേരെ വൈകുന്നു. കം ഓൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്നേഹപ്പൊതികൾ തയ്യാറാക്കിയിട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സീറ്റിൽ തന്നെയാണല്ലേ എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്? അതെ, സീറ്റിലാണ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ തവണ പോയപ്പോഴും സീറ്റിലാണ് അറേഞ്ച് ചെയ്തത്. പക്ഷെ ഡിക്കിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല സ്പേസ് ആയിട്ട് വെക്കാൻ പറ്റും. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഇങ്ങനെ തള്ളിക്കേറി ഇങ്ങനെ വരുന്ന ഒരു തിക്കും തിരക്കും ഉണ്ട്. അപ്പൊ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും ഇങ്ങനെ അവർക്ക് കിട്ടൂലേ തീർന്നു പോകുന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻസിൽ അവരിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്കത്, അപ്പൊ സീറ്റിലാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അവർക്ക് ആക്സസ് പറ്റില്ല. നമ്മൾ എടുത്ത് കൊടുക്കാൻ പറ്റും. കറിയുണ്ട്. അപ്പൊ ഒരാള് 2 കറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോറ് കിട്ടുന്നവർക്ക് പാടായിരിക്കും, കറി കിട്ടില്ല. അതുപോലെ തന്നെ വെള്ളം ആയാലും നമുക്കതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു പൊതിക്ക് ഒരു കറി, ഒരു വെള്ളം, അങ്ങനെയൊക്കെയാണ് നമ്മൾ വച്ചിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് കിട്ടണം എല്ലാവർക്കും. വെയിലുണ്ട്, നല്ല പൊരി വെയിലാണ്, കിട്ടില്ല വെയിലാണ്. വെയിലും കൂടെ അടിച്ചപ്പോഴത്തേക്ക് ഉറക്കം വരുന്നു. പക്ഷെ ഇത് കൊടുത്ത് തീരാ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇത് കൊടുത്ത് തീർന്നു കഴിഞ്ഞാൽ വീട്ടിലൊന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയേ പറ്റത്തുള്ളൂ. 2 ദിവസത്തെ ഉറക്കം നമുക്കുണ്ട്. 2 ദിവസത്തെ ഉറക്കമുണ്ട്. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ അതും ഉറങ്ങിയിട്ടില്ല. അപ്പൊ 2 ദിവസം ഉറങ്ങാണ്ടിരിക്കുകയാണ്. പിന്നെ നാളെ നന്നായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് വെച്ചിട്ടിരിക്കുകയാണ്. ഒരു 5 ബോട്ടിൽ വെള്ളം കൂടി വേണ്ടേ? 5 ബോട്ടിൽ നമുക്ക് മേടിക്കാം, അങ്ങോട്ട് പോകുന്ന സമയത്ത് മേടിക്കാം. ഇനിയൊരു നമുക്കൊരു 5 ബോട്ടിൽ വെള്ളം കൂടി കുറവുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ തവണത്തെ അതുപോലെയാണ് നമ്മൾ പൊതികൾ വരുള്ളൂ എന്നാണ് വിചാരിച്ചത്. നമ്മുടെ സ്നേഹപ്പൊതികളല്ലേ ഇത്തവണയും അതിമനോഹരമായിട്ട് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. എല്ലാം കൊടുത്തു കഴിഞ്ഞു വളരെ സന്തോഷപൂർവ്വം. അതിൽ ഇന്ന് ടച്ച് ചെയ്ത 2 കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇന്ന് ടച്ച് ചെയ്ത 2 കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഞാൻ പെട്ടെന്ന് മൈക്ക് പോയോ നോക്കിയതാണ്. കാരണം സീറ്റ് ബെൽറ്റ് ഇടുന്ന ചില സമയത്ത് ഞാൻ മൈക്കിനെ കുറിച്ച് ഓർക്കാറില്ല. കാരണം നേരത്തെ വെച്ച് ശീലമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർക്കാറില്ല. ഇന്ന് ടച്ച് ചെയ്ത 2 കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾക്ക് ഒരു സ്ട്രീറ്റിലിരുന്ന ഒരാൾക്ക് ഫുഡ് കൊടുത്തപ്പോൾ അല്ലേ, നമ്മൾ ഭക്ഷണപ്പൊതി വാങ്ങി ഉടനെ പെട്ടെന്ന് അവിടെ വെച്ചിട്ട് തുറന്നങ്ങ് കഴിച്ചു. അങ്ങ് ഭയങ്കര പിടിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു കാര്യമാണ് ഇന്നത്തെ ഒരു സംഭവം. അതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല്, ഇന്നൊരു ഏജ്ഡ് ആയിട്ടുള്ള അല്ലേ ഒരു അമ്മൂമ്മ ഇങ്ങനെ ഫുട്പാത്തിൽ കിടക്കുമായിരുന്നു. ചുരണ്ടുകൂടി കിടക്കും. ഒരു ചെറിയ കുപ്പി വെള്ളവും മാത്രമേ ഉള്ളൂ. ഡ്രസ്സൊന്നും ഇല്ല, കയ്യിലില്ല. അപ്പോ
ഇങ്ങനെ ഡ്രസ്സ് ഒരു നൈറ്റി. അതെ മോളെ, ഒരു കീറിയ നൈറ്റി ആണെങ്കിലും എനിക്ക് ഒരെണ്ണം കൊണ്ട് തരുമോ, എനിക്കിത് മാറാൻ വേണ്ടിയിട്ടാന്ന് വെച്ചാൽ. കാരണം നമ്മൾ ഫുഡ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു 11ാമത്തെ പൊതി കൊടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ കയ്യിൽ പൊതി ഇരിക്കുകയാണ്, ബാക്കി പൊതികൾ ഇരിക്കുകയാണ്. അപ്പം അത് നമ്മൾ കൊടുത്ത് തീർത്തിട്ടുമില്ല. അപ്പോൾ ഇന്ന് പറ്റുകയാണെങ്കിൽ നമ്മൾ പോയിട്ടൊരു നൈറ്റ് വാങ്ങി കൊടുക്കണം അമ്മയ്ക്കല്ലേ. കാരണം വെച്ചാൽ അതിൻ്റെ ആ ഒരു അത്രയും ഏജിലും അതിനാ ഒരു ഓർമ്മ, അതിനാ തുണിയുടെ കാര്യത്തിൽ അല്ലേ, വേറെ ഒന്നുമില്ല. അതാ ഉള്ളത് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി ചുരുണ്ട് കിടന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ അതിന് നിവർന്ന് കിടക്കാൻ പറ്റാത്തതിന്റെ ഉദ്ദേശം അത് തന്നെ. അത് ആ തുണി അത്രയും കീറി മുഷിഞ്ഞ് പിഞ്ചിരിക്കും. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ആ ചുരുണ്ട് കിടക്കുന്നത്. അപ്പം പറയാം എനിക്കൊന്ന് മാറാൻ വേണ്ടിയിട്ടാ, എനിക്കൊരു കീറിയതാണേലും കുഴപ്പമില്ല, ഒരു നൈറ്റ് കൊണ്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊരു വല്ലാത്തൊരു ഇതാണ്. കാരണം പുതയ്ക്കാൻ ഒരു തുണിയല്ലല്ലോ, ഒരു മാറ് പുതയ്ക്കാൻ. അതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഫീൽ ചെയ്യും. അതുപോലെ കിടക്കുന്നതാണെങ്കിലോ ഈ പൊരിഞ്ഞ വെയിലത്ത് ഫുട്പാത്തിൽ കിടക്കാണ്, അവിടെ വേറെ ഒന്നുമില്ല, തണൽ ഇതോ അല്ലേ, സത്യമാണ്. അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല. ആ വെയിലത്ത് കിടക്കാണ്, പൊരിഞ്ഞ വെയിലത്ത് കിടക്കാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ, ഞാൻ പോയില്ല, ഇവര് പോയപ്പോ അത് നല്ലതായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ഇവരോട് ചോദിച്ചു ആ കാര്യം. അത് ഈ കാലഘട്ടത്തിൽ അത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കത് ഫീൽ ചെയ്യും. അതെ, ഓരോരുത്തർക്ക് ഓരോ ടൈമില് വരുന്ന ഓരോ അവസ്ഥകളാണ്. അപ്പൊ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും അതൊക്കെ അപേക്ഷിച്ച് ഞങ്ങളുടെ അമ്മ എന്ത് ഭാഗ്യവതിയാ ഇല്ലേ. പിന്നെ നമ്മള് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അല്ല ആൾക്കാര്. നമ്മുടെ ജീവിതമൊന്നും അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നമ്മളെ ലൈഫിൽ വളരെ ലോയലായിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി, അതിപ്പോ പണം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നോ ഒന്നും അല്ല. അത് ആർക്കും ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ നമ്മള് ആൾക്കാർ പറയുമ്പോഴാണെങ്കിലും ഇതിന്റെ കാശൊക്കെ അങ്ങനെ കൊടുക്കാൻ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പണത്തിനൊന്നും അല്ല, ഇതൊന്നും പണം കൊണ്ട് കൊടുക്കാൻ പറ്റാതൊന്നും അല്ല, നിസ്സാരപ്പെട്ട ചില കാര്യങ്ങളായിരിക്കാം. അതെ, ചിലപ്പോൾ അവർ ആഗ്രഹിച്ചത് വേറൊന്നുമല്ല, ഒരു പുതിയത് വാങ്ങിച്ചു തരാനൊന്നും അല്ല, ഇട്ടൊരു പഴയ കീറിയതാണെങ്കിലും കൊണ്ടു തരുമോ എന്നാ ചോദിച്ചത്. എന്ന് വെച്ചാൽ ആ ഉള്ളത് ആ ഒരൊറ്റ നൈറ്റി എല്ലാം കൂടെ ചുരുട്ടി പിടിച്ച് കൂട്ടി വെച്ചിട്ട് ഫുഡും വസ്ത്രവും വെള്ളവും, എന്തോരം തുണികൾ പഴയതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പോലും കൂട്ടി 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 ഫുഡും വസ്ത്രവും വെള്ളവുമാണ് ഏറ്റവും ഒരു മനുഷ്യന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനങ്ങള്. ഓരോ പ്രാവശ്യം ഓരോ അനുഭവങ്ങളാണ്. അതെ 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 അതെ. അപ്പൊ അത് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമാണ് ഫുഡും വസ്ത്രവും വെള്ളവും. അപ്പൊ അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന മനുഷ്യർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്.